ഗായ്സ് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അകലാപ്പുഴ ബോട്ട് ജെട്ടിയുടെ രണ്ടാം ഭാഗം നമുക്ക് കാണാം. ബോട്ട് ജെട്ടിയുടെ അടുത്ത് നമ്മൾ ചെന്ന് അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. രാവിലെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ച് പോയതാണ്. അത് കാരണം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒരു 60 രൂപ കൊടുത്തിട്ട് ഒരു ചോറ് അവിടെ നിന്ന് ചോറും സാമ്പാറും കഴിച്ചു. ഇത് നമ്മുടെ കെട്ടുങ്ങൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ അകലാപ്പുഴ തന്നെ 2 ഗേറ്റാണ് ഇതിന്. ഒന്ന് പുറക്കാട് ഗേറ്റ് എന്ന് പറയും, പിന്നെ മറ്റൊരു സൈഡാണ് കെട്ടുങ്ങൽ എന്ന് പറയുന്ന ഈ ഭാഗം. ആ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. നമ്മൾ നേരത്തെ ഒന്നാം പാർട്ടിൽ പുറക്കാട് എന്ന ഭാഗത്തു നിന്നുള്ള ഭാഗമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പോകുന്നതാണ്. ഇവിടെയും അവിടത്തേക്കാൾ വലിയ ബോട്ട് ജെട്ടിയാണ് ഈ ഭാഗത്ത്. കൂടുതൽ കാഴ്ചകളുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നമ്മുടെ ഫാമിലി, അതുപോലെ തന്നെ കൂടുതലും ഫാമിലിയാണ്. തലയുടെ മേലെയാണ് തേങ്ങ നിൽക്കുന്നത്. നമുക്കിവിടെ കാണാം. हमारा सर के ऊपर जो है ना नारियल दिख रहा है, आपको दिख रहा है यहाँ सामने देखो, मेरे सर के ऊपर जो है ना छोटा सा पेड़ है नारियल का, यहाँ पर दिख रहा है आपको. यहाँ पर पूरा जो है ना बगीचा है, नारियल का पेड़ है, पूरा बगीचा है, पूरा नारियल का ढेर सारे लगा हुआ है और खूबसूरत नज़ारा अच्छा है. और सामने यहाँ देखिए, यहाँ नदी है. नदी के पास में जो है यहाँ से नदी शुरू हो रहा है और आगे देखिए पूरा नदी है. यहाँ बोट सवारी है, बहुत कुछ है यहाँ पे. और बहुत सारे लोग आ रहे हैं. बुकिंग पे नंबर दिया हुआ है, मैं नंबर दे देता हूँ. अगर किसी को चाहिए तो बुक करके आ सकता है. वैसे घूमने भी ट्रिप मारने वाला भी उसमें 50 रुपया है, 50 नहीं 100 रुपया आधा घंटे के लिए. तो हर तरह की सहूलत यहाँ पर मौजूद है. जो भी कोई आना चाह रहा है पूरा नंबर में दे रहा है, उसके अंदर कॉल करके आ जाइए. ആർക്കും വരാം. പിന്നെ ബുക്ക് ചെയ്തിട്ട് മൊത്തത്തിലെടുക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ചെറിയ ബോട്ട് സവാരി ഉണ്ട്. അരമണിക്കൂർ കുറക്കി കൊണ്ടുവരും. ട്രിപ്പ് അടിക്കുന്ന ഒരാൾക്ക് 100 രൂപയാണ്. അത് അതിനോടക്ക് ശേഷമാണോ തുടങ്ങുകയുള്ളൂ. ചില ഒറ്റന്താറ്റൊക്കെ ഇപ്പോഴും തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം. അതിമനോഹര കാഴ്ചയാണ് ഇവിടെ. അതാണ് ഏറ്റവും നല്ലൊരു വൈബ്. നമുക്ക് ഇവിടെയൊക്കെ വെള്ളം പറമ്പിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ മീനുണ്ടാവും. നമ്മൾ ചൂണ്ടൊന്നും കൊണ്ടുവന്നില്ല. ഫാമിലിയൊക്കെ വന്നിരുന്ന് ചെറിയ ഒരു തൈമ, ചെറിയ തരം, ഇത് മാങ്ങയല്ല കേട്ടോ, തേങ്ങയാണ്. ചെറിയ തരം ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ ഉള്ളത് അകലാപ്പുഴ കായലിൻ്റെ തീരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കിവിടെ നമ്മളെ ബാക്കിൽ കായൽ കാണാം. അപ്പോൾ നമ്മൾ ഈ കായലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഏകദേശം ഇവിടെ ഉച്ചക്ക് 1 മണി 1:15 1:30 അടുത്തായിട്ടുണ്ട്. അപ്പോൾ കൃത്യ ടൈം നോക്കണമെങ്കിൽ വാച്ച് നോക്കണം. നമ്മളിപ്പം ക്യാമറയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെയൊക്കെ നല്ല വൈബാണ്. നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സുഖം ഉള്ളൊരു സ്ഥലമാണ്. നമ്മളെ ആലപ്പുഴ കുട്ടനാട് സമാനമായ രീതിയിലുള്ള വൈബാണ് ഇവിടെ ഉള്ളത്. നമ്മളെ തൊട്ട ബാക്കിൽ വലിയ ബോട്ട് പോകുന്നത് നമുക്കിവിടെ കാണാം. ഇവിടെയൊക്കെ നല്ല തെങ്ങുന്തോപ്പും നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ട്രിപ്പുണ്ട്, അതുപോലെ തന്നെ ബുക്കിംഗ് ചെയ്തിട്ട് പോകുന്ന ബോട്ടുകളുണ്ട്, ട്രിപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് അറിയില്ല. ട്രിപ്പുള്ളതിന് 100 രൂപയാണ് അരമണിക്കൂറിന്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് നടന്ന് നോക്കിയിട്ട് ഇവിടെ കാണാം. ഇതിൻ്റെ പിന്നെ റൂട്ട് ഏകദേശം നല്ല വൈവാണ്. ഇവിടെ തന്നെ തുടങ്ങുന്നുണ്ട്. പോയി നോക്കാം. ഇവരോട് ചോദിക്കാം ട്രിപ്പാണോ എന്ന് ചോദിക്കാം. ഇവിടുത്തെ ഒരു ബോട്ട് പുറപ്പെടുന്നുണ്ട്. ട്രിപ്പാണോ ബുക്കിംഗ് ആണോ? ബുക്കിംഗ് അല്ലേ? ഓക്കെ. ട്രിപ്പ് എപ്പോഴാണ് അറിയാമോ? ട്രിപ്പ് 5 മണിക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ തന്നെ ഉണ്ടോ? ചെറിയ ബോട്ടിനോട് വെച്ചാൽ നിങ്ങൾ അവിടെ അല്ലേ? ചെറുത് കാണുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് വേറെ ബുക്കിംഗ് ചെയ്തിട്ട് പോകുന്ന ബോട്ടാണ്. നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ വൈകുന്നേരം ഉണ്ടോ അല്ലെങ്കിൽ ചെറിയ ബോട്ടുണ്ടാവുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം.
ഇത് പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി തൊട്ടാ മുന്നേ പോയി നോക്കാം. അവിടെ നമുക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് ഇന്ന് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട്, കാരണം അത്രയും നല്ല വൈബാണ് ഇവിടെ നമുക്ക് കാണാം. ഈ ബോട്ട് ഇവിടുന്ന് പുറപ്പെട്ടു, അവർ പോകുന്നുണ്ട്. ഇതിനകത്ത് ആളുകളുണ്ട്, ഇതൊക്കെ ബുക്കിംഗ് ആണ് അവർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാടിൻ്റെ അടുത്ത് തന്നെ ഇത്രയും അതിമനോഹരമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ കുട്ടനാട് ആലപ്പുഴ പോകുന്ന അത് മറ്റൊരു വൈബാണ്. പക്ഷേ ഇവിടെയും ഉണ്ട് അതുപോലെ സമാനമായിട്ട്. ഇവരോട് ചോദിച്ചു നോക്കാം. ചേട്ടാ ഇത് ട്രിപ്പാണോ ബുക്കിംഗ് ആണോ? ട്രിപ്പാണോ ബുക്കിംഗ് ആണോ? ബുക്കിംഗ് ആ. ട്രിപ്പ് എപ്പോഴാണ് ഉണ്ടാകുക? എവിടെ? ആ ഇതിൻ്റെ അപ്പുറം. ആ ഈ ആളുകൾ നിൽക്കുന്ന അതിലാ? ഓക്കെ, അവിടെ പോയി നോക്കാം. ഇതൊക്കെ ട്രിപ്പാണിത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇതാണ് ബോട്ട്. ഇവിടെ ചേട്ടൻ്റെ പേര് പറ. സഗീഷ്. ബുക്കിംഗ് ആണ്. നമ്പർ ഉണ്ടോ? പറയാമോ? നമ്പർ പറഞ്ഞുതരോ? 95 എങ്ങനെയാണ് ബുക്കിംഗ്? എങ്ങനെയാ ബുക്കിംഗ്? മണിക്കൂർ 1500 ചെറിയ ബോട്ട്. 1500. എത്ര ആളാ? അത് 15 പേര്. 15 പേര്. 1500 രൂപ. എത്ര? ഒരു മണിക്കൂറാണോ? ഒരു മണിക്കൂർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത ബോട്ടിലേക്ക് പോയി. ഇവിടെ ബുക്കിംഗ് ആണ്. നമുക്ക് അടുത്തതിലേക്ക് പോയി നോക്കാം. ഇവിടുന്ന് ഒരു ബോട്ട് വരുന്നുണ്ട്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ പാട്ടും ചാട്ടം ഓട്ടം ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല. ഒരു ഉല്ലാസം, ഒരു വിനോദം, അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ തൊട്ടടുത്തുണ്ട്. നമ്മൾ മറ്റ് ദിശയിലേക്ക് തേടി പോകുന്നു. നമുക്ക് സുഖസുന്ദരമായിട്ട് ഇവിടെ തന്നെ ഇത് അനുഭവിക്കാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അത്രേ ഉള്ളൂ. ഇതൊരു ബോട്ട് ജെട്ടിയാണ്. ഇവിടെ ബോട്ട് വരുന്ന സ്ഥലം, ഇറങ്ങുന്ന സ്ഥലം, കയറുന്ന സ്ഥലമാണ്. നോക്കാം. ഇവിടെ തലൻ്റെ മേലെ തേങ്ങ നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാം. ഇവിടെ ഇതൊക്കെ നല്ലൊരു വൈവാണ്. तो ये जो जगह जो दिख रहा है आपको केरल में है, ये मेरे पीछे आपको दिखाई दे रहा है, ये जो दिख रहा पीछे जो है ना नदी है, ये कालीकट डिस्ट्रिक्ट में इसकी जगह के नाम पे अगलापुरा। और यहाँ पे रेलवे स्टेशन आपको पड़ेगा तिकोड़ी। इस रेलवे स्टेशन से 4 किलोमीटर की दूरी पे है ये। और ये बहुत बड़ा नदी है। और यहाँ पे आपको हाउस बोट मिलेगा और सिंगल मिलेगा और ट्रिप वगैरह जो है ना आधा घंटा 1 घंटा जैसा आप चाहेंगे वैसा मिलेगा। और इसका अलग अलग तरीका है। और ये एक भाई ने अभी बताया कि 15 लोग जो है 1 घंटा घुमा के लाएंगे, 1500 रुपया लेंगे। लेकिन 100 रुपया पड़ता है एक को, पर हेड को 100 रुपया पड़ता। इस तरह आधा घंटा जो है ना, आधा घंटा घुमा के लाएंगे, पर हेड को एक शख्स को 100 रुपया लेता है। तो यहाँ के बहुत जगह अच्छा है, खूबसूरत जगह है, पारी है। और यहाँ पे फैमिली के साथ सिंगल भी जैसे भी आप चाहो वैसा आके आपको टाइम स्पेंड कर सकता है। बहुत खूबसूरत जगह है और टाइम पास के लिए अच्छा है। और मेरे पीछे देखिए सवारी जा रहा, बोट का सवारी आपको दूर दिखाई देगा, देख रहे हैं ना आपको। बहुत बड़ा नदी है, बहुत सारा जगह है, काफ़ी खूबसूरत है। ओके, എൻ്റെ പേര് അബ്ദുള്ള. എവിടെ സ്ഥലം? ഇവിടെ തന്നെ അകലാപ്പുഴ. അകലാപ്പുഴ. ഇവിടുത്തെ ബോട്ട് സിസ്റ്റം എങ്ങനെയാണ്? ഇവിടുത്തെ രാവിലെ ഒരു 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. വൈകിട്ട് 6 മണി 6 മണി വരെ. പിന്നെ എങ്ങനെയൊക്കെ സിസ്റ്റത്തിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിന് 1500 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഒരു മണിക്കൂറിന് 1500. ഒരു ബോട്ടിൽ എത്ര ആൾ വീതം ഉണ്ടാവും? 20 ആൾ മുതലുള്ളുണ്ട്. 20 ആൾ അഥവാ കയറിയാൽ 1500 രൂപ. ഒരു മണിക്കൂർ കറക്റ്റായിട്ട് കൊണ്ടുവരും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് രാവിലെ പിന്നെ ഫുഡ് വേണമെങ്കിൽ ഫുഡ് ചെയ്ത് കൊടുക്കും. സീ ഫുഡ് വേണം, സീ ഫുഡ്. അത് അതിന് പ്രത്യേകം പറയണോ? പ്രത്യേകം പറയണം. അതിന് പ്രത്യേക ചാർജ് ഉണ്ട്. പ്രത്യേക ചാർജ്. ഫുഡിന് എക്സ്ട്രാ ചാർജ് ആണ്. പിന്നെ ഈ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി 24 അങ്ങനെ അതുണ്ട്. അത് ഒരു ദിവസത്തേക്ക് രാത്രി സ്റ്റേ ചെയ്യാൻ 6900 ഒരു ഫാമിലിക്ക്. എത്ര പേര് വരാം? ഒരു റൂം. ഒരു ഫാമിലിയിൽ ഒരു ഭാര്യ മക്കള് 2-3 മക്കൾ, ഒരു ഭാര്യ ഭർത്താവും. അതിന് എത്ര? 6900. അതിൽ ഫുഡ് ഉണ്ടാവോ?
ആ ഫുഡ് അടക്കം 2 നേരം കറക്കം ഉണ്ടാവും. എത്ര ടൈം ഉണ്ടാവും? 2 നേരം, അതായത് വൈകിട്ട് ഒരു 5 മണിക്ക് കയറിയിട്ട് രാവിലെ ഒരു 9 മണി വരെ ഇറങ്ങാം. അപ്പൊ അതിന് രാത്രിക്കത്തെ ഫുഡും രാവിലത്തെ ഫുഡും പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും സീ ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ അതും ചെയ്തു തരും. അതിന് എക്സ്ട്രാ പൈസ. സിംഗിള് കൊണ്ടുപോകുന്ന ട്രിപ്പായിട്ട് പോകുന്നുണ്ട്. അത് ഒരാൾക്ക് 100 രൂപ, അരമണിക്കൂർ. 100 രൂപ. പിന്നെ ഇവിടെ അടുത്ത് എന്ന് പറഞ്ഞാല് മിനി ഗോവ ഉണ്ട്. അത് ഇവിടെ ഇരിങ്ങൽ ഗ്രാഫ്റ്റ് വില്ലേജ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ. ഗ്രാഫ്റ്റ് വില്ലേജ്, മിനി ഗോവ, കുഞ്ഞാരിമരക്കാർ കോട്ട, ആമവർത്തക കേന്ദ്രം, 4 സ്ഥലങ്ങളുണ്ട് അവിടെ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ കോഴിക്കോടേക്ക് ഭാഗത്ത് പോയാൽ പിന്നെ തിക്കോടി ഡ്രൈവിംഗ് ബീച്ച് 4 കിലോമീറ്റർ ഇവിടുന്ന്. ഡ്രൈവിംഗ് ബീച്ചാണ്. വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന, റൈഡ് ചെയ്യാൻ പറ്റുന്ന ബീച്ച്. അത് ഇവിടുന്ന് 4 കിലോമീറ്റർ. റെയിൽവേ സ്റ്റേഷന്റെ നേരെ ബാക്കിലായിട്ട്. അങ്ങ് പോകണ്ട, ഇവിടുന്ന് ഒരു ജംഗ്ഷൻ കിട്ടും. ആ ജംഗ്ഷന് നേരെ കിടന്നാൽ മതി. പിന്നെ ഇവിടെ ആണ് മറ്റേ സർഗം സിനിമയില്ലേ, മനോജ് ഗേജന്റെ, ആ സർഗം സിനിമ ഷൂട്ട് ചെയ്ത എവിടെയാണ്. ഇതിന്റെ കുറച്ചപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, കോട്ടയിൽ. കാണാൻ പറ്റും. കോട്ട കോവിലകം. അങ്ങോട്ട് വഴിയുണ്ടോ? ആ വഴിയുണ്ട്, ഇങ്ങനെ തന്നെ വഴിയുണ്ട്. അക്കരയ്ക്ക് പുറക്കാട്. മുജുകുന്ന് സൈഡാണ് ഈ സ്ഥലം. പോവാ, നടന്നു പോവാ. പിന്നെ തീവണ്ടി സിനിമ ഷൂട്ട് ചെയ്ത തുരുത്താണത്. അതാ എഡിസൺ പോകാൻ പറ്റും. അല്ല, ഇതിലെങ്ങനെ തന്നെ പോയാൽ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീസ്. അപ്പൊ എന്റെ നമ്പർ 99 47 37 92 80. വിളിച്ചാൽ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ശരി. അപ്പോൾ അദ്ദേഹം മിസ്റ്റർ അബ്ദുള്ള അകലാപ്പുഴയുള്ള ആണ്. അദ്ദേഹത്തിൻ്റെ ബോട്ടുണ്ട്. ഈ നമ്പർ അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തെ വിളിച്ചാൽ എല്ലാ സൗകര്യവും അദ്ദേഹം ചെയ്തു തരാം. അപ്പോൾ തന്നെ എല്ലാം അദ്ദേഹം പറഞ്ഞു തരും. ഓക്കെ. ഇവിടെയൊക്കെ നമ്മുടെ തുരുത്തുണ്ട്. ആ തുരുത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. ഈ ഭാഗത്തെങ്ങാണ്ടാണ് ആ തുരുത്ത് പറഞ്ഞവർ. ഇവിടെ കുട്ടികളെ പാർക്ക്, അതുപോലെ തന്നെ കളിക്കാനുള്ള സ്ഥലങ്ങൾ, വലിയ ബോട്ടാണ്. ഹലോ. ഇതാണ് അകലാപ്പുഴ ഒരു വശം. മറ്റൊരു വശം നമ്മൾ അവിടെ കണ്ടു. വലിയ ബോട്ട് ഇവിടെ കാണാം നമുക്ക്. തുരുത്തിലേക്ക് പോകുന്ന വഴി എവിടെ അറിയാം? തുരുത്തില്ല അവിടെ. ഇല്ല അല്ലേ?